ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ ഡാറ്റാബേസിൽ എങ്ങനെ സെക്യൂരിറ്റി കൊടുക്കാം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് പല റിക്വയർമെൻറ്റ്സിലും അല്ലെങ്കിൽ പല രീതിയിലും പല ഒബ്ജക്ട്സിലും എങ്ങനെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം എന്നതാണ് നമ്മൾ പഠിച്ചതില്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഓഫ് ഡാറ്റാബേസസ് എന്നതാണ്. എന്തിനാണ് നമ്മളിങ്ങനെ സെക്യൂരിറ്റി കൊടുക്കുന്നത്, ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നതൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ് ഒരു ഡാറ്റാബേസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഒബ്ജക്ട്സിലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അത്രയും ഡാറ്റാസ് സെക്യൂർ ആയിട്ട് നമ്മൾ വിശ്വസിച്ച് കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്സസിങ്ങും ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ രീതിയിലുള്ളൊരു സെക്യൂരിറ്റി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ എന്ത് വേണം, ആക്സസിങ് കൺട്രോൾ കൊടുക്കണം. അതേപോലെ ഡാറ്റ റെപ്ലിക്കേഷൻ വരാൻ പാടില്ല. ഒതൻറ്റിക്കേറ്റഡ് യൂസർ മാത്രമേ ഡാറ്റാബേസിലെ ഡാറ്റാസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ റിലയബിൾ ആയിരിക്കണം. അത് യൂസേഴ്സിന് എപ്പോഴും വിശ്വസിക്കാൻ പറ്റണം, ഈ ഡാറ്റ സേഫ് ആണ്, അല്ലെങ്കിൽ ഇതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാനും പറ്റണം അല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡാറ്റാബേസ് സെക്യൂരിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴെ ഇനി നമ്മളൊക്കെ പറയുന്നത് ഡാറ്റാബേസ് സെക്യൂരിറ്റിക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ്. ഇനി കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫിസിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി. ഫിസിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ദ ഡാറ്റ ഓഫ് എ ഡാറ്റാബേസ് ആർ ഇമ്മ്യൂൺ ഫ്രം ഫിസിക്കൽ പ്രോബ്ലംസ് സച്ച് ആസ് പവർ ഫെയിലിയർ ആൻഡ് സംവൺ ക്യാൻ റീകൺസ്ട്രക്ട് ദ ഡാറ്റാബേസ് ഇഫ് ഇറ്റ് ഈസ് ഡിസ്ട്രോയിഡ് ത്രൂ എ കറ്റസ്ട്രോഫ്. അതായത് ഫിസിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി എന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് ആരും ചെന്നിട്ട് കേട് വരുത്തുന്ന രീതിയിലായിരിക്കരുത് എന്നതാണ്. അതായത് ഫിസിക്കലി ഒരു ഫിസിക്കൽ പ്രോബ്ലംസും നമ്മളെ ഡാറ്റാബേസിന് ഉണ്ടാവാൻ പാടില്ല. അതായത് പെട്ടെന്ന് പവർ ഫെയിലിയറൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വരിക, അല്ലെങ്കിൽ ആരെങ്കിലും ഈ അറ്റാക്കറോ അല്ലെങ്കിൽ ആരെങ്കിലും കയറി ചെന്നിട്ട് നമ്മൾ ഡാറ്റാബേസിനെ ഇല്ലാതാക്കുന്ന ഒരു സിറ്റുവേഷൻ ആവരുത്. അതും നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ഇഷ്യൂസ് വന്നാലും അത് നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളെ ഡാറ്റാബേസ് എന്നതാണ് ഫിസിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റിയിൽ പറയുന്നത്. അപ്പോൾ അതൊരു റിക്വയർമെൻ്റ് ആണ്. അടുത്തത് ലോജിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി. ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റാബേസ് ഈസ് പ്രിസേർവ്ഡ്. നമ്മൾ ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചർ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, പ്രിസേർവ് ചെയ്തിരിക്കണം, കീപ്പ് ചെയ്തിരിക്കണം എന്നതാണ്. വിത്ത് ലോജിക്കൽ ഇൻറ്റഗ്രിറ്റി ഓഫ് എ ഡാറ്റാബേസ് എ മോഡിഫിക്കേഷൻ ടു ദ വാല്യൂ ഓഫ് വൺ ഫീൽഡ് ഡസ് നോട്ട് അഫക്റ്റ് അതർ ഫീൽഡ്സ്. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രിറ്റി വെച്ചിട്ട് നമ്മളെ ഡാറ്റാബേസിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു ഫീൽഡിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ ബാക്കിയുള്ള ഫീൽഡിനെയൊന്നും അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ മാറിക്കളിച്ചിട്ട് എപ്പോഴും അതിൻ്റെ സ്ട്രക്ചർ ഒരു ഡൈനാമിക് ആണ് എന്നുള്ള രീതിക്ക് ഒരിക്കലും വരാൻ പാടില്ല. അതായത് സ്ട്രക്ചർ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം നമ്മളെ ഡാറ്റാബേസിൻ്റെ. ആ ഒരു ഇൻറ്റഗ്രിറ്റിയാണ് ലോജിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. പിന്നെ എലമെൻറ്റ് ഇൻറ്റഗ്രിറ്റിയാണ്. ഓരോ എലമെൻറ്റും, അതായത് നമ്മളെ ഡാറ്റാബേസിലുള്ള ഓരോ ഡാറ്റയും ഓരോ എലമെൻറ്റും എന്തായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം എന്നതാണ് എലമെൻറ്റ് ഇൻറ്റഗ്രിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഓഡിറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഹൂ ആൻഡ് വാട്ട് ഹാസ് ആക്സസ്ഡ് ഓർ മോഡിഫൈഡ് ദ എലമെൻറ്റ്സ് ഇൻ ദ ഡാറ്റാബേസ്. നമ്മൾ ഡാറ്റാബേസിലുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആക്സസ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മറ്റൊരു റിക്വയർമെൻറ്റ് ഓഡിറ്റബിലിറ്റിയോട് ഉദ്ദേശിച്ചത്. പിന്നെ ആക്സസ് കൺട്രോൾ. എ യൂസർ ഈസ് അലൗഡ് ടു ആക്സസ് ഓൺലി ഓതറൈസ്ഡ് ഡാറ്റ. നമുക്കറിയാം, ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പോയിൻ്റാണത്. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് മാത്രം ഡാറ്റനെ ആക്സസ് ചെയ്യുക, അതാണ് ആക്സസ് കൺട്രോൾ. പിന്നെ ചില ആളുകൾക്ക് നമ്മളെ ഡാറ്റാബേസിലുള്ള ഡാറ്റ റീഡ് ചെയ്താൽ മാത്രം മതിയാവും. എല്ലാവർക്കും അതിൽ റൈറ്റ് ചെയ്യേണ്ട പെർമിഷൻ കൊടുക്കണം എന്നില്ലല്ലോ. അപ്പോൾ റീഡ് ചെയ്യുന്നവർക്ക് റീഡിങ് ഓപ്പറേഷൻ മാത്രം കൊടുക്കുക, റീഡും റൈറ്റും വേണ്ടവർക്ക് അങ്ങനത്തെ ആ രീതിയിലുള്ള ഓതറൈസേഷൻ കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ വേറൊരു റിക്വയർമെൻ്റാണ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. പിന്നെ യൂസർ ഒതൻറ്റിക്കേഷൻ. Every user is positively identified both for the audit trail and for permission to access certain data. അപ്പോൾ ഓഡിറ്റ് ട്രയലിനാണെങ്കിലും, അതായത് ഈ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ട്രയലിനാണെങ്കിലും, അതല്ല നമ്മുടെ ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റനെ യൂസ് ചെയ്യാനാണെങ്കിലും കറക്റ്റായിട്ട് യൂസർ ഒതൻറ്റിക്കേഷൻ നടന്നിരിക്കണം എന്നതാണ് മറ്റൊരു റിക്വയർമെൻറ്റ്. പിന്നെ അവൈലബിലിറ്റി. യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ ഡാറ്റാബേസ് ഇൻ ജനറൽ ആൻഡ് ഓൾ ദ ഡാറ്റ ഫോർ വിച്ച് ദേ ആർ ഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ജനറലി അവർക്ക് അലോ ചെയ്തിട്ടുള്ള ഏത് ഡാറ്റാസും എപ്പോൾ വേണമെങ്കിലും
യൂസ് ചെയ്യാം, അവൈലബിൾ ആയിരിക്കണമല്ലോ, അത് നമ്മളൊരു ഒബ്ജക്റ്റീവാണ്. അപ്പോൾ സെക്യൂരിറ്റിയുടെ അപ്പോൾ അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മറ്റൊരു റിക്വയർമെൻറ്റ്. അപ്പോൾ ഇത്രയും റിക്വയർമെൻറ്റ്സ് ആണ് ഡാറ്റാബേസ് സെക്യൂരിറ്റിക്ക് ഉള്ളത്. ഫിസിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി, ലോജിക്കൽ ഡാറ്റാബേസ് ഇൻറ്റഗ്രിറ്റി, എലമെൻറ്റ് ഇൻറ്റഗ്രിറ്റി, ഓഡിറ്റബിലിറ്റി, ആക്സസ് കൺട്രോൾ, യൂസർ ഒതൻറ്റിക്കേഷൻ, അവൈലബിലിറ്റി. നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാനുണ്ട്. അതിലാദ്യം ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. നോക്കാം എന്താണ് അതിൽ പറയുന്നത്. ഇഫ് എ ഡാറ്റാബേസ് ഈസ് ടു സെർവ് ആസ് എ സെൻട്രൽ റെപ്പോസിറ്ററി ഓഫ് ഡാറ്റ, യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ട്രസ്റ്റ് ദ അക്യുറസി ഓഫ് ദി ഡാറ്റ വാല്യൂസ്. അതായത് നമുക്കറിയാം, നമ്മളൊരു നോളജ് ഫുൾ സ്റ്റോർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡാറ്റാബേസിനെ കാണുന്നത് അല്ലേ. ഒരു ഡാറ്റ റെപ്പോസിറ്ററി ആയിട്ടാണ് നമ്മൾ ഡാറ്റാബേസിനെ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഡാറ്റ, അതായത് ഓരോ എലമെൻറ്റും അക്യുറേറ്റ് ആണ് എന്നുള്ളത് എന്ത് വേണം, യൂസേഴ്സിന് അത് മനസ്സിലാവണം, അത് അക്യുറേറ്റ് ആണ്, അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ബി അഷ്യൂർഡ് ദാറ്റ് അപ്ഡേറ്റ്സ് ആർ പെർഫോംഡ് ഓൺലി ബൈ ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അത് ഉറപ്പ് വരുത്തേണ്ടതാണ്, ഇവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ അപ്ഡേഷൻസ് നടത്തുന്നത് എന്നുള്ളത് ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഡാറ്റാബേസിൽ പല രീതിയിലുള്ള അറ്റാക്കുകളും വരാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഔട്ട്സൈഡ് ഇല്ലീഗൽ, പുറത്തുനിന്നുള്ള ഇല്ലീഗലായിട്ടുള്ള പ്രോഗ്രാം ആക്ഷൻസ് വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുക, അല്ലെങ്കിൽ പവർ ഫെയിലിയർ വരിക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാബേസിൻ്റെ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്, അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് പെട്ടെന്ന് രണ്ട് സിറ്റുവേഷൻസ് ആണ് മെയിനായിട്ട് ഡാറ്റാബേസിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വെൻ ദ വോൾ ഡാറ്റാബേസ് ഈസ് ഡാമേജ്ഡ്, മൊത്തം ഡാറ്റാബേസ് ഡാമേജ് ആയി പോയാൽ എന്ത് ചെയ്യണം, നമ്മളെ ഡാറ്റാബേസിൻ്റെ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. അല്ലെങ്കിൽ വെൻ ഇൻഡിവിജ്വൽ ഡാറ്റ ഐറ്റംസ് ആർ അൺറീഡബിൾ, ഡാറ്റ ഐറ്റംസ് റീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, അപ്പോഴും എന്താണ്, ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റിനെ ബാധിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഡാറ്റാബേസിൻ്റെ ഇൻറ്റഗ്രിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് DBMS ടീമിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ, അതായത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതേപോലെ അതിൻ്റെ മാനേജർ, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇതിൻ്റെ ഇൻറ്റഗ്രിറ്റി കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് നമ്മൾ റെഗുലറായിട്ട് നമ്മളെ ഡാറ്റാബേസിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. എപ്പം നഷ്ടപ്പെട്ടാലും നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, റെഗുലറായിട്ട് എല്ലാ ഫയൽസിൻ്റെയും ബാക്കപ്പ് എടുത്ത് വെക്കുക, ഡാറ്റാബേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഒരു കാര്യം ഒരു മെത്തേഡ് നമുക്ക് എടുക്കാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് പെട്ടെന്ന് ഇതേപോലെ നമുക്ക് എന്താ പറയുക, ഡാറ്റാബേസിൻ്റെ ഫെയിലിയർ വന്ന് എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്കത് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാം. പക്ഷേ എങ്ങനെ, അതിലുള്ള ഓരോ ട്രാൻസാക്ഷൻ്റെയും ലോഗിങ് ഡീറ്റെയിൽസ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാം. ഫുൾ ഡീറ്റെയിൽസ് ഒരു ഡയറക്ടറി വെച്ചിട്ട് നമ്മൾ ലോഗിങ് ഡീറ്റെയിൽസ് എടുക്കണം ട്രാൻസാക്ഷനിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ നമ്മളത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിലൂടെ എന്ത് ചെയ്യണം, അതായത് ബാക്കപ്പ് എന്നതാണ് മെയിൻ, അത് നമ്മൾ റെഗുലറായിട്ട് എടുത്തു വെക്കണം. അപ്പോൾ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും കുറേ ഇഷ്യൂസ് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റാബേസിന് ഇൻറ്റഗ്രിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.